لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون. اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. സർവാധിപനും സർവസംഹാരനും സർവസൃഷ്ടാവും സർവേശ്വരനുമായ അല്ലാഹുവേ, അവന്റെ മഹത്വത്തിന്റെ പ്രകടിപ്പിച്ചു അവന്റെ സുബലവസ്തുലത്തിൽ നമ്മെയും ഒരുമിച്ച് നമ്മുടെ വന്നുപോയ എല്ലാ ചെറുതുമായ തെറ്റുകളും നൽകട്ടെ. നമ്മുടെ എല്ലാവിധ രോഗങ്ങളും നമ്മുടെ എല്ലാവിധ ആഗ്രഹങ്ങളും വാദങ്ങളും പൂർത്തീകരിച്ച് ദ്വാരങ്ങളുടെ വസിയത്തെ ചെയ്ത ഒരുപാട് ആളുകളും അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ. നമ്മളിന്ന് മരിച്ചുപോയ ആളുകൾ പുറത്തു കൊടുക്കട്ടെ. അവരുടെ കബറുകൾ സ്വർഗ്ഗപൂർവ്വമായി അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കുടുംബാദികൾ, നമ്മൾ നമ്മളെ ബന്ധപ്പെട്ടവർ എല്ലാവർക്കും സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള വിശ്വാസികളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായി നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം രണ്ടാം ക്ലാസ്സിലെ ഫിസിക്സിൽ പറയുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ചത് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ ആരാധന ചെയ്യുക എന്നതാണ്. അത് ഏത് കർമ്മമാണെങ്കിലും, നിസ്കാരമാണെങ്കിലും, നോമ്പാണെങ്കിലും, സദഖയാണെങ്കിലും, സൽക്കർമ്മമാണെങ്കിലും, ദാനധർമ്മമാണെങ്കിലും എല്ലാം അല്ലാഹുവിന് വേണ്ടി, ഇല്ലാഹി അല്ലാഹുവിന് വേണ്ടിയാണ്. കാരണം ഈ ഭൂലോകത്തിൽ ജീവിക്കാൻ സർവസൃഷ്ടാവായ തമ്പുരാൻ നമ്മൾക്ക് അനുഗ്രഹങ്ങൾ പാലിച്ചു തന്നിട്ടുണ്ട്. അതാവിന്റെ ദർഭാഷയിൽ കടക്കുമ്പോൾ 9 മാസക്കാലം വളരാനുള്ള ഭക്ഷണവും അതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ, മാതാവിന്റെ പുറത്തേക്ക് കടന്നു വന്നപ്പോൾ മാതാവിന്റെ വാഴത്തിലൂടെ നമുക്ക് കുടിക്കുവാൻ വേണ്ടി നൽകിയ മുലപ്പാൽ, ഇതിനുശേഷം വളരാനും വളർന്നു വലുതാകാനുമുള്ള ഭക്ഷണവും ആരോഗ്യവും കുടുംബവും, അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിന്റെ എല്ലാം ലക്ഷ്യം ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അത് എനിക്ക് വേണ്ടി മാത്രമാകണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ചർച്ച ചെയ്ത അവസാനം പറഞ്ഞു, നമ്മുടെ മർമ്മമായ വിഷയം നിസ്കാരം. ഈ നിസ്കാരം അല്ലാഹുവിന് വേണ്ടിയാകണം. അല്ലാഹുവിന് വേണ്ടി എങ്ങനെ നിസ്കരിക്കുക? നമ്മളെല്ലാവരും അല്ലാഹുവിന് വേണ്ടിയാണ് നിയ്യത്ത് വെക്കുന്നത്. ഹുസ്നെ ഫർദുഹു അർബഅഅൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലതി അദാഅൻ ലില്ലാഹി തആല. ഇന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് തക്ബീർ അല്ലാഹു അക്ബർ തക്ബീർ കെട്ടിയാൽ അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരമായി. പക്ഷേ നിസ്കാരത്തിന്റെ നിർവചനം പറയുന്ന അടുത്ത് പറയാറുണ്ട്,
നിയത്തും ജീവിതങ്ങൾ കൊണ്ട് തുടങ്ങി ചില പ്രത്യേക പ്രവർത്തനങ്ങളുമാണ് സലാം കൊണ്ട് അവസാനിക്കുന്ന പ്രവർത്തനമാണ് നിസ്കാരം എന്ന നിർവചനം കൊടുക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിന്തിക്കേണ്ട വലിയ പാഠം, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണോ? നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് അല്ലാഹുവിന് വേണ്ടിയാണോ? അതേ നമ്മൾ ചെയ്യുന്ന നിസ്കാരമാണെങ്കിലും ഉള്ളിൽ അല്ലാഹു എന്നുള്ള ചിന്ത വരുന്നുണ്ട് എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നിസ്കാരങ്ങളൊന്നും അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. കൈകെട്ടി കഴിഞ്ഞാൽ പല പല ചിന്തകളാണ് വരുന്നത്, പല പല ഓർമ്മകളാണ് കടന്നു വരുന്നത്. കച്ചവടക്കാരാണെങ്കിൽ അവർക്ക് ഇവർക്ക് കൊടുക്കേണ്ടതും അതുപോലെ മറന്നു വെച്ച കടങ്ങളും പുതിയതുമായ ഇടപാടുകളുമാണ് കടന്നു വരുന്നത്. അതുപോലെ പല ആളുകൾക്കിടയിൽ നമ്മൾ ഈ പള്ളിയിൽ കൈകെട്ടി കഴിഞ്ഞാൽ, നിസ്കാരത്തിന്റെ കൈകെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ എന്തെല്ലാം ഓരോരുത്തരുടെയും മനസ്സുകൾ പല പല ഭാഗങ്ങളിലേക്ക് കടന്നു പോകുന്നു. പല നാടുകളിലേക്ക്, പല ഊരുകളിലേക്ക്, പല കച്ചവട സ്ഥലങ്ങളിലേക്ക്, പല വിദേശങ്ങളിലേക്ക്. പക്ഷേ നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് എത്തിയോ എന്നുള്ള ചിന്തയാണ് കടന്നത്. അങ്ങനെ നമ്മുടെ നിസ്കാരങ്ങൾ അല്ലാഹുവിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അത് കബൂലിയത്തല്ല, അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കടന്നു വരുന്നത് എന്നുള്ള ചർച്ചയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിസ്കാരങ്ങൾ അല്ലാഹുവിന് വേണ്ടിയുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. ഏത് മുഅ്മിനീങ്ങളാണ്? الذين هم في صلاتهم خاشعون, അവർ നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണ്. അവർ നിസ്കാരത്തിൽ അല്ലാഹുവിനെ കാണുന്നവരാണ്. അവർ നിസ്കാരത്തിൽ സൽക്കർമ്മങ്ങളും അതിലുള്ള ദിക്റുകളെല്ലാം അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. അങ്ങനെയുള്ള ആ മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് വിളിച്ചു. ഞാനും നിങ്ങളും ഗൗരവമായി ചിന്തിക്കേണ്ട നമ്മുടെ വർത്തമാന കാലഘട്ടത്തിലുള്ള പ്രബലമായ സംഭവങ്ങളും ഓർമ്മ വരുന്ന നിസ്കാരത്തിലാണെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ സമയം നഷ്ടമാണ്. ഒരു പക്ഷേ നിസ്കരിച്ചിട്ട് അല്ലാഹുവല്ലാത്ത നിസ്കാരത്തിന് വേണ്ടി തൗബ ചെയ്ത് മടങ്ങേണ്ട ഗതികേട് നമ്മൾക്ക് വന്നു പോയിട്ടുണ്ട്. നിസ്കരിച്ചിട്ട് അല്ലാഹുവിലേക്ക് അല്ലാതെ നമ്മുടെ മനസ്സ് പോയിട്ടുണ്ടെങ്കിൽ ആ നിസ്കരിച്ചതിന് വേണ്ടി തൗബ ചെയ്യേണ്ട അവസ്ഥ എനിക്കും നിങ്ങൾക്കും വന്നു പോയിട്ടുണ്ട്. അല്ലാഹു മാറാവട്ടെ. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ നിസ്കരിക്കുന്ന ഓരോ കാര്യത്തിലും ഫസ്റ്റ് മുതൽ സലാം കേൾക്കുന്നത് വരെ, നിയ്യത്ത് കൊണ്ട് തുടങ്ങി സലാം കേൾക്കുന്നത് വരെ അല്ലാഹു എന്നുള്ള ചിന്ത എങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാം, എങ്ങനെ കൊണ്ടുവരാം? ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പാഠമുണ്ട്. നിസ്കാരം എന്നുള്ളത് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുകയാണ്. നിസ്കാരം എന്നുള്ളത് അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ്. നിസ്കാരം എന്നുള്ളത് അല്ലാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നതാണ്. മുഹമ്മദ് മുസ്തഫ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനോട് നമ്മൾക്ക് അങ്ങോട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണേ. അല്ലാഹു നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമെടുത്ത് ഖുർആൻ ഓതണേ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒന്നാമതായി കടന്നു വരേണ്ടത് എല്ലാ ചിന്തകളും മാറ്റി വെച്ച് നമ്മൾ രാജനായ തമ്പുരാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്ന ചിന്ത വേണം. അവൻ നൽകിയ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന ചിന്ത വേണം. എന്ത് നിസ്കരിക്കുന്നവരോട് പ്രത്യേകിച്ച് പല പള്ളികളിൽ ഞാൻ കണ്ടുവരുന്നുണ്ട്. ഒരു സെൽഫും 2 സെൽഫും മുഴുവനും ഇരുന്ന് നിസ്കരിക്കുന്നവർ. നമ്മൾ ഒരു മന്ത്രിയോ MLA യോ
അതുകൊണ്ട് വിശ്വാസികളെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒന്നാമത്തെ പാഠം അരികിൽ പടച്ച തമ്പുരാന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ബോധം. ആ അള്ളാന്റെ മുന്നിൽ ഇരിക്കാൻ അള്ളാഹു അവസരപ്പെടുന്നത് ഇന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർക്ക് മാത്രമാണ്. ഇന്ന് നിസ്കരിക്കാൻ കഴിയാത്തവർ, അപ്പോൾ കഴിവുണ്ടെങ്കിൽ ഇന്ന് നിസ്കരിക്കും. അപ്പൊ കഴിവില്ലാത്തവർ അവരാണ് ഇന്ന് നിസ്കരിക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്നതിനെ കുറിച്ചല്ല, എന്തിനാണ് ഇന്ന് നിസ്കരിക്കുന്നത്, ആരുടെ മുന്നിലാണ് ഇന്ന് നിസ്കരിക്കുന്നത് എന്നുള്ള ചിന്ത വരാം. ഉസ്താദ് പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അല്ലെങ്കിൽ കേവലം വെറുത്ത വേദനയോ പൊട്ട് വേദനയോ ഉണ്ടായിട്ട് രാജാവായ അള്ളാന്റെ മുന്നിൽ അപേക്ഷ സമർപ്പിക്കാൻ നമ്മൾക്ക് എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മൾക്ക് ആരോഗ്യം നൽകുമാറാവട്ടെ. മരിക്കുന്നവരെ നിന്ന് നിസ്കരിക്കാനുള്ള ആഗ്രഹം നൽകണേ അല്ലാഹ്. നമ്മൾ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശവും ലക്ഷ്യവും നമ്മുടെ ചിന്തകൾ മാറി പോകുന്നത്, നമ്മുടെ നിസ്കാരത്തിൽ പല ചിന്തകളും കടന്നു വരുന്നതിന്റെ ഒന്നാമത് ഘട്ടം എന്ന് പറയുന്നത് എവിടെ നീക്കുന്നത് എന്നുള്ള ചിന്തയില്ലാത്തതുകൊണ്ട് ഗൗരവത്തിലൊന്ന് ആലോചിച്ചാൽ ഏത് ആൾക്കും മനസ്സിലാകും. അതുകൊണ്ട് മുഅ്മിനേ സല്ലൂ സ്വലാത്തൻ മുവദ്ദിഅ, രാജാവിനായ മുന്നിൽ നിൽക്കുമ്പോൾ എത്രത്തോളം വിനയം കാണിക്കാൻ പറ്റുമോ, ഒരു അടിമ രാജാവിന്റെ മുന്നിൽ, ഒരു അടിമ ഉടമയുടെ മുന്നിൽ വിനയം സാധാരണ നമ്മുടെ ജീവിതത്തിൽ കാണിക്കാൻ, നമ്മൾ തന്നെ ജോലിയെടുക്കുന്ന മുതലാളിയുടെ മുന്നിൽ ശമ്പളം വാങ്ങാൻ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുക? ഒരു സ്റ്റെപ്പ് മാറി, അതും വിനയത്തിൽ. എന്നാൽ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാനായ അള്ളാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാന്റെ മുന്നിൽ ഞാൻ സംസാരിക്കുന്നു എന്നുള്ള ബോധം ഇന്നത്തെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമതായിട്ട് മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത, ഞാൻ അള്ളാഹുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. രണ്ടാമത് മനസ്സിലേക്ക് കടന്നു വരേണ്ടത് മഹാന്മാരായ പണ്ഡിതന്മാർ കിതാബുകളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കാണാം. നിങ്ങൾ തുടക്കം മുതൽ നിയ്യത്ത് വെച്ച് സലാം വീട്ടുന്നത് വരെ സുജൂദ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് നോക്കണേ. പലരുടെയും ശ്രദ്ധ മാറിപ്പോകാണ് പ്രധാന കാരണം. പലരും കൈവെട്ടിയ ഫ്രണ്ടിലേക്ക്, നേരെ സൈഡിലേക്ക്, വലത്തോട്ട്, പലപ്പോൾ ഫ്രെയിമിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാലിലേക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരു പേടിയുള്ള യജമാനന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു, അതും സ്വീകരിച്ചു, അല്ലെങ്കിൽ നമ്മളോട് പണി പറഞ്ഞ് ആ പണി പൂർത്തീകരിച്ച് വല്ല കുറവുകൾ ഉണ്ടെങ്കിൽ യജമാനോട് അത് കാണിക്കുമ്പോൾ ഇങ്ങനെ വിനയമാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ നമ്മുടെ നോട്ടം സുജൂദിന്റെ ഭാഗത്തായിരിക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരെ, ഇന്ന് മുതൽ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സുജൂദിന്റെ ഭാഗത്തല്ലാത്ത ഭാഗത്തേക്ക് നോക്കാൻ പാടുള്ളതല്ല. അത് അവസാനം വരെ അങ്ങനെ നോക്കിയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഭയം കയറി വരും, പേടി കയറി വരും, അല്ലാഹു എന്നുള്ള ചിന്ത കടന്നു വരുന്നതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ഒരു സമയത്ത് മാത്രം എന്ത് ചെയ്യാം? വിരലിലേക്ക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ മാത്രം അല്ലാഹുവല്ലാതെ വേറെ സൃഷ്ടാവില്ല എന്ന് പറയലാണ്. അപ്പോൾ മാത്രം പണ്ഡിതന്മാർ പറയുന്നു വിരലിലേക്ക് നോക്കാം. അതില്ലാത്ത നിസ്കാരത്തിൽ മുഴുവനും സുജൂദ് ചെയ്യുന്ന ഭാഗത്തിലേക്കല്ല, വേറെ ഫ്രണ്ടിലേക്ക്, സൈഡിലേക്ക്, ബാക്കിലേക്ക്, മുകളിലേക്ക്, താഴെ നോക്കാൻ പാടില്ല. നോക്കിയാൽ നിസ്കാരം ശരിയാകുമെങ്കിലും പൂർണ്ണ പ്രതിഫലം ലഭിക്കില്ല. മാത്രമല്ല, നമ്മുടെ മനസ്സിലേക്ക് വേറെ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ചിത്രമോ ഒരു ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന്
അത് കാരണം മനസ്സിന്റെ ചിന്തമാകുന്നു. അതുകൊണ്ട് പണ്ഡിതന്മാരെല്ലാം പഠിക്കുന്നു, നിങ്ങൾ വെള്ള വസ്ത്രം കൊണ്ട് ധരിച്ച് നിസ്കരിക്കണേ. കള്ളിയും പുള്ളിയുമുള്ള വസ്ത്രം ധരിച്ച് നിസ്കരിക്കുമ്പോൾ അറിയാതെ ഇബ്ലീസ് കടന്നു വരും. ഇബ്ലീസാണ് ഇതിനെല്ലാം കാരണം. ഞാൻ ഈ തുടക്കത്തിൽ പറയുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ഇന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നമ്മുടെ ശരീരവും നമ്മുടെ കൽബുമൊക്കെ ഇബ്ലീസ് കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ അവനെ മെല്ലെ മെല്ലെ മോചിപ്പിക്കണം നമ്മുടെ ശരീരത്തിൽ നിന്നും. അത് ശ്രമിച്ചുകൊണ്ടേ സാധിക്കും. ഇന്ന് മുതൽ ശ്രമിച്ചാൽ അതിനെ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഇബ്ലീസ് നിസ്സാരത്തെ ഉറപ്പിക്കാൻ നമ്മുടെ ശരീരത്തിനും രക്തത്തിനും അരിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, നിസ്കരിക്കുന്ന അവസരത്തിൽ വെള്ള വസ്ത്രമിട്ട് നിസ്കരിക്കലാണ് നല്ലത്. നിസ്കരിക്കുമ്പോ ഔറത്ത് പറഞ്ഞാൽ മതി, ഏത് വസ്ത്രമായാലും കുഴപ്പമില്ല, നജസ് ഉണ്ടാവാൻ പാടില്ല. പക്ഷെ നല്ലത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പൊ കൈ കെട്ടുമ്പോ ഡ്രസ്സിലെ ചിത്രമോ കള്ളിയോ ഉണ്ടെങ്കിൽ അതിലേക്ക് നോക്കുന്നത് ചിന്ത ഉറപ്പായി. പാന്റിലാണെങ്കിലും അതുപോലെ മുണ്ടിലാണെങ്കിലും അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ നിൽക്കുന്നവന്റെ ആണെങ്കിലും ചിന്തകൾ അല്ലാഹുവിന് വേണ്ടി എന്നുള്ള ചിന്ത സെക്കൻഡ് കൊണ്ട് മാറിയാൽ നമസ്കാരം കബൂലിയത്താവാൻ പ്രയാസം, പൂർണ്ണമായ പ്രതിഫലം കിട്ടാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, നല്ല വസ്ത്രം വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് മനസ്സിന്റെ ഉള്ളിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരാനാണ്, കുടിയേൽപ്പിക്കലാണ് നമസ്കാരം. അതിന് ഒന്നാമതായി ചെയ്യേണ്ടത്, രാജനായ തമ്പുരാന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, അവൻ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക. കാരണം എനിക്കും നിങ്ങൾക്കും കണ്ണിനൊരു പരിധിയുണ്ട്. എല്ലാം കാണാൻ കഴിയുന്ന അല്ലാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും കാണുന്ന അവിടെ അല്ലാഹ് എന്ന് വിചാരിച്ചുകൊണ്ട് നിസ്കരിക്കണേ. നിസ്കാരം എന്തിനു വേണ്ടിയുള്ളതാണ്? നിങ്ങൾ എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കാരം നിലനിർത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കരിക്കാം. അപ്പൊ കൈകെട്ടി കഴിഞ്ഞ പല ചിന്തകളും ഓർക്കാനും പല ഓർമ്മകളും പല കാര്യങ്ങളും പല ഭാഗങ്ങളിലേക്ക് ഹൃദയം പോകുന്നു. എവിടേക്കൊക്കെ പോയി വരുന്ന കൈകെട്ടി സലാം കിട്ടുമ്പോഴേക്കും അല്ലാഹുവിലേക്ക് എത്തുന്നില്ല നമ്മുടെ ഹൃദയം. അങ്ങനെ എത്താത്ത ഹൃദയമുള്ള നിസ്കാരം നിസ്കരിച്ചാൽ തൗബ ചെയ്ത് മടങ്ങേണ്ട അവസ്ഥ വരുന്നു. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വളരെ കൃത്യമായി നിങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്യാൻ വേണ്ടി പിന്നെ പറഞ്ഞു വരുന്നത്, ഓരോരുത്തരും ചിന്തിക്കണം, അല്ലാഹു അക്ബർ. ഇത്ര പേർക്കതിന്റെ അർത്ഥം അറിയുമ്പോൾ ഓരോ ചലനങ്ങളിലും അല്ലാഹു അക്ബർ പറയുമ്പോൾ മനസ്സിൽ വരണം. കാരണം അല്ലാഹു അക്ബർ വലിയവൻ അല്ലാഹുവാണ്. എന്നുള്ള മനസ്സിന്റെ ഉള്ളിലേക്ക് കയറി വരണമെങ്കിലേ. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വിഷയം, ഈ നിങ്ങൾ വിശ്വസിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം, മഹാനായ ഹാത്തിം അസ്സംഉ റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, വലിയ സൂഫിയാണ്. എന്റെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഹൃദയത്തെ ഉള്ളിലുള്ളത് പറഞ്ഞു തരാൻ, നിങ്ങളുടെ കണ്ണിലെ മുഖത്തിലേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിവുള്ള പണ്ഡിതനായ ലോകമറിയപ്പെട്ട നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹ് എന്ന ചിന്തയില്ലാതെ നിസ്കാരം നിർവഹിക്കുകയില്ല. ഞാൻ പറഞ്ഞിരുന്ന ഓരോ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് കയറ്റണേ. വളരെ ഗൗരവത്തിൽ ഞാൻ കൃത്യമായി നോട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അല്ലാഹു നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേൾക്കി പ്രവർത്തിക്കുമ്പോൾ 1ഉം 2ഉം ഘട്ടം പരാജയപ്പെടും. അതാണ് പറഞ്ഞത്, ശൈത്താൻ നമ്മളെ കീഴടക്കി അതിൽ നിന്ന് വിജയിക്കണം. പ്രയത്നിച്ച് ട്രൈ ചെയ്ത് ശൈത്താനിനെ പൂർണ്ണമായി ഒഴിവാക്കുക. അല്ലാഹ് എന്ന ചിന്ത മാത്രം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഞാൻ പോലും നിസ്കരിക്കുമ്പോൾ പല കാര്യങ്ങളും ഖുനൂത്ത് മറക്കാറുണ്ട്. അതുപോലെ ചില സമയത്ത് ദുആ ചെയ്യുന്നതിന് മുന്നേ സുബ്ഹാനല്ലാഹ് മറക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചു.
ഹദീസ്, പല ചിന്തകൾ നിമിഷം കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊടുത്ത് പെട്ടെന്ന് പല ചിന്തകളും. ഇതിനാണ് കൽബെന്ന് പറയുന്നത്. ഒരു കാര്യം പ്രവർത്തനത്തിലൂടെ പറഞ്ഞു തരട്ടെ. എന്റെ കണ്ണും എന്റെ കാലും എന്റെ ചെവിയും എന്റെ ശരീരത്തിലെ രക്തങ്ങൾ മുഴുവനും അല്ലാഹു നിയന്ത്രിക്കുന്നുണ്ട്. ഞാൻ ഒരു പഴം കഴിച്ചാൽ അതിന്റെ വിറ്റാമിനുകൾ എന്റെ ശരീരത്തിലേക്ക് പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലും അല്ലാഹുവാണ്. എന്റെ ചലനങ്ങളും എന്റെ ശ്വാസങ്ങളും എല്ലാം അല്ലാഹുവാണ്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഒരു കാര്യം മാത്രം നിയന്ത്രിക്കാൻ അല്ലാഹു തന്നിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് കൽബാണ്. നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിക്കണം. നമ്മുടെ കൽബ് മാത്രം നിങ്ങൾ നിയന്ത്രിക്കുക. അതിന്റെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നിയന്ത്രിക്കാം. കൽബ് മാത്രം ഞാൻ നിങ്ങൾക്ക് തന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ സജീവമാക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു, ഈ കൽബ് നന്നായാൽ കണ്ണും ചെവിയും മൂക്കും കൈയും കാലും മുഖ്യഭാഗവും നന്നാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. നന്നായിട്ട് ആലോചിച്ച എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു ഏറ്റെടുത്തിട്ട് ഹൃദയത്തിന്റെ ചിന്തകൾ, ഹൃദയം എന്ത് ചിന്തിക്കണം, ഹൃദയത്തിൽ എന്ത് കൊണ്ടുവരണം, ഹൃദയത്തിൽ എന്ത് ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു എത്ര വലിയവനാണ്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് മഹാനായ ഖാദിർ റളിയല്ലാഹു അൻഹു പറയുന്നത്, വേദം ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു പോകുന്നതിനെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പാഴാക്കി കളയരുത്. ഇത് ഹൃദയത്തിന്റെ നിങ്ങളുടെ കർണമടങ്ങളിലേക്ക് കയറ്റിയിട്ട് ഹൃദയത്തിൽ ചിന്തയുടെ കൂടാരം കെട്ടിപ്പടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഖാദിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ എല്ലാ അംഗശുദ്ധീകരണം ചെയ്ത് കഴിഞ്ഞിട്ട് കിബിലയിലേക്ക് തിരിഞ്ഞു നിൽക്കുമല്ലോ. നിങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് 2500 കിലോമീറ്ററുകൾ അപ്പുറത്ത് നിൽക്കുന്ന പരിശുദ്ധ കഅബയുടെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയും, നിങ്ങൾ നിൽക്കുമ്പോൾ മുന്നിലുള്ള സഫാണ് അല്ലെങ്കിൽ എന്നെയാണ് പീഠമാണ് അല്ലെങ്കിൽ മിഹ്റാബാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത് കാണരുത്. നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് പരിശുദ്ധ കഅബയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇത്രയും കാലം നിസ്കരിച്ചിട്ട് എത്ര പേരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട്? കൈകെട്ടിയാൽ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയാൽ മുന്നിൽ കാണേണ്ടത്, നമ്മൾ കണ്ടത് മുന്നിലുള്ള ആളെയാണ്. മുന്നിൽ നിൽക്കുന്ന സഫില് വഴിതെറ്റിയലാണ്. അവൻ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളും അതിന്റെ മുന്നിലുള്ള മിഹ്റാബും ലൈറ്റും ഫാനുമാണ് കാണുന്നത്. ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിലേക്ക് അല്ലാഹ് എന്ന ചിന്ത കടന്നു വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാമതായി മനസ്സിലേക്ക് കടന്നു വരേണ്ട ചിന്ത പരിശുദ്ധ കഅബയുടെ മനസ്സിലേക്ക് കടത്തി വിടണമെന്ന് മഹാനായ ഖാദിർ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു വട്ടം വലതിലേക്കും ഒരു വട്ടം ഇടതു ഭാഗത്തിലേക്കും ഒന്ന് നോക്കുക. മഹാനായ ആളുകൾ പറയുകയാണ്, നിങ്ങളുടെ വലതുഭാഗം സ്വർഗ്ഗമാണ്, ഈ ഇടതു ഭാഗത്ത് കത്തിക്കാളുന്ന വികാരമായ നരകം കൊണ്ടാണ്. നിങ്ങൾ എന്തിനാ നിസ്കരിക്കാൻ വന്നിട്ടുള്ളത്? സ്വർഗ്ഗം കിട്ടാൻ എന്ന ലക്ഷ്യത്തിലാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അതിന് സ്വർഗ്ഗം കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണം, അള്ളാഹുവിനെ കൊണ്ടുവരണം. അള്ളാഹു തൃപ്തിപ്പെട്ടാലാണ് അവൻ ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അവൻ ഇഷ്ടപ്പെടാത്ത നരകം. അപ്പൊ അള്ളാഹുവിനെ ഹൃദയത്തിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം ദർശനമാണ്. നിങ്ങൾ വലതുഭാഗത്തേക്ക് നോക്കണേ. നിങ്ങളുടെ വലതുഭാഗം സ്വർഗ്ഗമാണെന്നുള്ള ചിന്ത കടന്നു വരണേ. നിങ്ങളുടെ ഇടതുഭാഗം നരകമാണെന്നുള്ള ചിന്ത കടന്നു വരണേ. ഇന്ന് മുതൽ കൈകെട്ടുന്നതിന് മുന്നേ കിബിലയിലേക്ക് തിരിയുന്നുണ്ട്. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും ഈ ചിന്ത കടന്നു വന്നിട്ടാണ് കൈകെട്ടേണ്ടത്. മൂന്നാമത്തെ മഹാനായ ആളുകൾ പറയുകയാണ്, നമ്മളെല്ലാവരും കാവിൽപ്പാട് പള്ളിയിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ സഫിൽ, അതും അപ്പുറത്തെ ഇപ്പുറത്തെ ആളിന്റെ ഇടയിലാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയല്ലേ. എന്നാൽ മഹാനായ ആളുകൾ പറയുകയാണ്, നിങ്ങൾ ഇവിടെയാണെങ്കിലും
ചിന്ത സംസ്കരിക്കാൻ നിൽക്കുമ്പോൾ കടന്നു വരുന്ന കൃത്യമായിട്ടൊന്ന് ആലോചിച്ചാൽ സിറാത്തിന്റെ ഗൗരവം നമ്മളൊക്കെ വാള് കണ്ടിട്ടുണ്ട്. ഇന്നലെ എവിടെയോ വെട്ടിയിട്ട് ഒരാൾ പുറപ്പെടുത്തിയിട്ടുണ്ട്. ക്രൂരമായി രാഷ്ട്രീയത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലാണെങ്കിലും കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കണം. മനുഷ്യനായി കാണാൻ പഠിപ്പിച്ച ഇസ്ലാം നമ്മൾ സ്നേഹമാണെങ്കിലും കാരുണ്യമാണെങ്കിലും നന്മയാണെങ്കിലും സഹായമാണെങ്കിലും എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വിശ്വാസികളാണ് നമ്മൾ. ആ വിശ്വാസത്തോടുകൂടിയുള്ളവർക്കാണ് ഈ പ്രസംഗം ഉൾക്കൊള്ളുക. അല്ലാത്ത മറ്റുള്ളവർക്ക് ധരിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞിരുന്ന വിഷയം നാളെ പാരത്രികാലോകത്തിലുള്ള ചിന്തയാണ്. അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കടന്നു പോകുവാനുള്ള ചിന്തയാണ്. നമ്മൾ സാഹചര്യങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വാളാകുന്ന വാള്, ആ വാള് ഏറ്റവും മൂർച്ചയുള്ള വാള്, ആ വാള് നിൽക്കുന്നത് കൂലിയിട്ടാണ്. കൂലിയിട്ടെന്ന് പറഞ്ഞാൽ മഹാകൂലിയിട്ട് മാത്രമല്ല, അതിന് മുടിയേക്കാൾ നേർമയുള്ളതാണ്. വാളിനേക്കാൾ മൂർച്ചയും മുടിയേക്കാൾ നേരിടും ഏറ്റവും വലിയ കൂലിയിട്ടുമായ സ്വരാജ്. ഇതിന്റെ ഗൗരവം നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് കിട്ടില്ല. വിശ്വാസം കൊണ്ട് ചിന്തിക്കും. പരിശുദ്ധ ഖുർആൻ അതിനെ വിശദീകരിച്ച് പ്രവാചകനെ വിശദീകരിച്ച് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, നാം നിൽക്കുന്ന സിറാത്തിന്റെ മുകളിലാണ്. ഒന്ന് തെറ്റിയാൽ അടിയിൽ ഭീമാകാരമായ നരകമാണ്. നരകത്തിന്റെ ഗൗരവം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. കല്ലുകളെയും മനുഷ്യരെയുമാണ് അവർ കത്തിക്കുക. നമ്മൾ ഇവിടെ കല്ല് കൂട്ടുന്നത് ഓരോ അടുപ്പുണ്ടാക്കാനാണ്. കല്ല് കത്താറില്ല. കല്ല് കത്തണമെങ്കിൽ 1000 ഡിഗ്രി സെൽഷ്യസ് വേണം. വെള്ളം തിളയ്ക്കാൻ 100, അപ്പൊ തന്നെ വെള്ളത്തിന്റെ ഇട്ടാലെ കൊള്ളും. അപ്പോൾ 1000 ഡിഗ്രി സെൽഷ്യസ് ഉള്ള അതിഭീമാകാരമായ നരകത്തിലെ തീയുടെ ചൂട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ. ആ തീയുടെ നരകമാണ് താഴെ. ഞാൻ പറഞ്ഞു നിൽക്കുമ്പോൾ സുരാസിലാണ്. എന്റെ വലത് ഭാഗം സ്വർഗമാണ്, എന്റെ ഇടത് ഭാഗം നരകമാണ്. ഞാൻ എന്നെ വേണ്ടി നിസ്കരിച്ച സ്വർഗം കിട്ടുമെന്നുള്ള ലക്ഷ്യമാണ് മുക്തവർക്ക് വേണ്ടത്. അങ്ങനെ ഒന്ന് ചിന്തിച്ച് ഇന്ന് മുതൽ നിസ്കരിച്ച് നമുക്ക് നിങ്ങളുടെ കച്ചവടമോ നിങ്ങൾക്ക് ബന്ധപ്പെട്ട ഇടപാടുകൾ, ഉമ്മയെയോ വാപ്പയോ വീടോ വിദേശമോ ജോലിയോ ഒന്നും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരില്ല. മഹാനായ അവരുടെ അവസാനമായി പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ ബാക്കിൽ അസ്റായീൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ അവസാനത്തെ നിസ്കാരമാണ്. ഞാനും നിങ്ങളും ഇന്ന് ജുമാ ഇവിടെ നിസ്കരിക്കുമ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് എത്തുമോ, എന്തിന് ഞാൻ പുറത്തേക്ക് പോകുമോ എന്നുള്ള ചിന്ത ഹൃദയത്തിലേക്ക് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മരിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ നിസ്കാരത്തിന്റെ പൂർത്തീകരിക്കുമോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിദൂരത്ത് കാണുന്ന വെള്ളക്കെട്ടിലേക്ക് ഒതുവെടുക്കാൻ പോകും. അപ്പൊ വഴിയിൽ വെച്ചുകൊണ്ട് തയമ്മം ചെയ്തു. സ്വാഭാവിക എന്താ പ്രവാചകനെ തയമ്മം ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ലളിതങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ എത്തുമോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹ് എന്നുള്ള ചിന്ത കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കൈകെട്ടിയിട്ട് 2 കാലോളം നിസ്കരിച്ച് സലാം